ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله إلى كافة الخلق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بيدي خذ بيدي خذ بيدي خذ بأيدينا قلت هيلتنا أدركنا يا نور الله. وخير الكلام كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة غير حسنة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله مولانا العلي العظيم. إلهي لست للفردوس أكلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ عبد الله مولى القادرين. وعلى أمة سيدنا مولانا محمد اللهم صل وسلم وبارك عليه. അഭിവന്ദരായ ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവിടുത്തെ അരുമപുത്രൻ നമ്മുടെയൊക്കെ സ്നേഹക്കടലായ സാലിപ്പ അവരുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ അൻവർ ഉസ്താദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഈ മഹാ വെളിച്ചത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ മുബാറക്കായ മജ്‌ലിസിന്റെ ബറക്കത്ത് ലക്ഷ്യമാക്കി ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദരായ ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട
അവിടുത്തെ ബഹുമാനപ്പെട്ട ഹുസൈൻ അൻവർ ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സുന്ദരമായ ചൈതന്യങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സാലിത്വം അവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ദീനിന്റെ സഹായികളായ പ്രിയപ്പെട്ട കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, റഹീമായ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ ആളുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്‌ലിസിലുള്ള മശായിഖിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് നൽകിയ കറുത്ത പാടുകളെ അല്ലാഹു തആല കഴുകി വൃത്തിയാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവിടെ ഇഷ്ടപ്പെടുന്ന സാലിഹ് ഉൾപ്പെടെയുള്ള അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ അരുമശിഷ്യന്മാർ അവരുടെ പൊരുത്തത്തിലായി ഖാലിഖായ റബ്ബിന്റെ പൊരുത്തത്തിലായി ചിട്ടപ്പെടുത്തി അവസാനം നമ്മുടെ മൗലയാവുന്ന കണ്ണാടിയിലൂടെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര വദനം ദർശിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ ആഖിബത്ത് നന്നായി തീരാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യത്തിൽ എനിക്കൊന്നും പറയാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തിനും കൂടെ വന്നു ഈ മുബാറക്കായ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവരുടെ എല്ലാമായിരുന്ന പാടത്തുകായി ജസദ് സമർപ്പിച്ചുകൊണ്ട് ആത്മീയമായ സംവിധാനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുന്ന് തന്റെ നാമം തന്നെ എടുത്ത് കൊടുത്ത് ബഹുമാനിച്ച സാലിഹ് മോൻ അഥവാ സാലിഹ് അവരുടെ ജസദിനെ മാത്രം നിങ്ങൾ നിയന്ത്രിക്കുക, റൂഹ് എന്റെ കയ്യിലാണ്, നിയന്ത്രണത്തിലാണെന്ന് ബഹുമാനപ്പെട്ട സാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനോട് വളരെ കൃത്യമായി പറഞ്ഞ ബഹുമാനപ്പെട്ടവര് വരാൻ പറഞ്ഞപ്പോൾ ഇത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു അവസരമായി കണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പോലെ ഞാനും ഇവിടെ എത്തിച്ചത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദ്, ഞാനൊക്കെ മുത്തഅല്ലിമായി ഓതി പഠിക്കുന്ന കാലത്ത് തന്നെ വലിയ വലിയ സദസ്സുകളെ അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്ന അദ്ദേഹം ചുരുങ്ങിയ 10 മിനിറ്റാണെങ്കിലും ജാമ്യവും മാന്യവുമായിട്ട് എന്താണോ നമ്മളെ സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, പ്രധാനമായി ബഹുമാനപ്പെട്ട സാലിഹ് ബഹുമാനപ്പെട്ടവരുടെ ദുആ, മുസായിഫിനെ നിർത്തിയുള്ള ദുആ ആണ് നമ്മുടെ ലക്ഷ്യം. അതിനു മുമ്പ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഒരു നസീഹത്തുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മൗലാന്റെ പൊരുത്തത്തിലായി അവിടെ പറയാൻ, സദസ്സിൽ പറയാൻ, നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന, കേൾക്കാൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കേൾക്കുക, പറയുക എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായി നമ്മുടെ മാർഗവും നമ്മുടെ ലക്ഷ്യവും ഒക്കെ ഇവിടെ തന്റെ സംസാരത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഇവിടെ നടക്കാൻ പോകുന്ന മഹാന്മാരുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുൽത്താൻ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുള്ള ജമീൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള മശായിഖിനെ തവസ്സുലാക്കി നമ്മുടെ മൗലയെ നവറല്ലാഹു മർകദ അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള ദുആയിലേക്ക് ഇൻഷാ അല്ലാഹ് മറ്റുള്ള ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതൊരു വലിയ തൗഫീഖാണ്. ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ സദസ്സിനോട് എന്ത് പറയാൻ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നത് മഹാന്മാരായ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്തിന്റെ മുൻപിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവരുടെ അവിടുത്തെ വളരെ അടുത്തിടപഴകാനും ഏറ്റവും അധികം മനസ്സിലാക്കാനും ഭാഗ്യം കിട്ടിയ ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്.
അവിടുത്തെ നൂറ്, ആ നൂറാനിയത്തിൽ ചാലിക്കപ്പെട്ട മുത്തഫത്ത് കൊണ്ട് അള്ളാഹു ശ്രദ്ധിച്ച പൊന്നുമോന്റെ ഹദ്റത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു സിക്കത്തുള്ള ദീർഘായുസ് ഉമ്മത്തിന് നേതൃത്വം നൽകാൻ, നമുക്ക് കാണാൻ, നമുക്ക് ആസ്വദിക്കാനും, നമുക്ക് ഓടി വരാനും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു വലിയ തൗഫീഖാണ്. ഈ തൗഫീഖ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ചില ആളുകൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് മൗലാന്റെ കയ്യിൽ നിന്ന് അമലൊക്കെ മേടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ മൗലാന്റെ ആളാന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത്. അമല് മേടിക്കാൻ നേരെ ടെക്സ്റ്റൈൽസിൽ പോകുന്നത് ഒരു കറുത്ത തുണിയെടുക്കുക, എന്നിട്ട് കുപ്പായ എടുക്കുക. എന്താണ് ഇപ്പൊ മൗലാന്റെ പിന്നെ ആളുകളാണ് എല്ലാവരും എല്ലാം പറയുന്നത്. പല മോഡൽ ആളുകളെ നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആത്മീയ കച്ചവടമാണ്. അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് നോക്കാനും കാണാനും ചില ആളുകളെ ബഹുമാനപ്പെട്ട മൂല റഹിമഹുല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഇവിടുത്തെ മക്കള് സാൽപ്പുൾപ്പെടും. അതോടൊപ്പം തന്നെ അവിടെ ചില നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ അവിടുത്തെ പണിയെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. കുപ്പായം തുന്നാനല്ല, ഷർട്ട് അടിക്കാനല്ല, അതിനല്ല. അതാവശ്യമുള്ള ശീലാവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. അതൊക്കെ വലിയ എവിടെയാണ് നമ്മുടെ മൗലാന നമ്മളെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മൗലാന നമ്മളെ എങ്ങനെ മനസ്സിലാക്കിയത്? പ്രിയപ്പെട്ടവരെ, എന്നെങ്കിലും നമ്മുടെ മൗല നമ്മളെ നോക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ഈ കണ്ണ് പോത്തിന്റെ കണ്ണാണെന്നല്ല മൗല നമ്മളെ പഠിപ്പിച്ചത്. ഈ കണ്ണുകൊണ്ട് മൗല നമ്മൾ നോക്കിയിട്ടുണ്ടോ? അള്ളാഹ് മനസ്സിലാക്കിയ ചില ആളുകൾ, തിരിഞ്ഞ ചില ആളുകൾ, അവരുടെ ഹൃദയത്തിന്റെ കണ്ണിന് പടച്ചതമ്പുരാൻ മറകൾ നീക്കി കൊടുക്കും. അപ്പൊ അവർ അള്ളാഹ് എടുത്ത പണിയെടുക്കും, അള്ളാഹു എടുത്ത പണിയെടുക്കും. എന്റെ അടിമ വിചാരിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകുമെന്നല്ലേ ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു എടുക്കുന്ന പണി എന്താ? ഇന്നഹു ഖായിനത്തുൽ അയ്യുനി വമാ തുഫ്ഫി സുദൂർ. അർഹമുർ റഹീമായ അല്ലാഹു കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനാണ്. ഇത് അല്ലാഹുവിന്റെ മശായിഖ് എടുക്കൽ എങ്ങനെയാണ്, സ്വീകരിക്കൽ എങ്ങനെയാണ്? അല്ലാഹു എന്ന സബബ് മുൻനിർത്തിക്കൊണ്ടാണ്. അല്ലാഹുവിന് മറ്റ് സബബുകളുടെ ആവശ്യമില്ല. അവൻ അഹദ്, സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് അല്ലാഹുവാണ്. ദാത്ത് അഫ്ആൽ സിഫാത്തുകളിൽ അല്ലാഹു ഏകനാണ്. എല്ലാ നിലക്കും അവന് പങ്കുകാരനില്ല. പക്ഷേ ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ചില ആളുകളെ നാം ചുമതലപ്പെടുത്തുന്നുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ ആളുകളിൽ വല്ലാഹി സുമ്മ വല്ലാഹ് ഉന്നതമായ സ്ഥാനമുള്ള ആളായിരുന്നു നമ്മുടെ മൗല റഹിമഹുല്ലാഹ്. അല്ലാഹു അവിടുത്തെ അഖദാവിലേക്ക് നമ്മളെ ചേർത്തി തരുമാറാവട്ടെ. അവിടുത്തെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അവിടുത്തെ മക്കളെ ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദ് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ അവരെ സ്വീകരിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിലുണ്ടാവും നമുക്ക് തോന്നുന്നത് നമുക്ക് അവരെക്കാൾ വലുപ്പം നമുക്കുണ്ട്. നേരത്തെ പറഞ്ഞ കുപ്പായത്തിന്റെ കഥ പറഞ്ഞില്ലേ? ആരോടെങ്കിലും ഈ കൂട്ടത്തിൽ ആരോടെങ്കിലും മൂല നമ്മളോട് കറുത്ത കുപ്പായം തുന്നിയിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതോ പണിയെടുക്കാനാ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ പല സാലിപ്പോടുണ്ടല്ലോ, ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ട് അത് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താം. മൗലാന്റെ ആളാണെന്ന് പറഞ്ഞ അംഗീകാരം ഉണ്ടല്ലോ. മൗലാന്റെ ആളാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അംഗീകാരം, ആ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. അതിന് തൗഫീഖുള്ള ആളുകൾ മൗല ജീവിതകാലത്ത് വളരെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ നമ്മൾ കണ്ടിരുന്ന കാലമുണ്ട്. ഇന്നും മൗല പിന്നെ മരണപ്പെട്ടു നമുക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തവും ജീവനും നൽകിയ ആളുകൾ മരിച്ചു നിങ്ങൾ പറയരുത് എന്നല്ല, ചിന്തിക്കരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ പടച്ചറപ്പ് സ്വാതന്ത്ര്യത്തോടുകൂടെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശക്തിയോടുകൂടെ അവസരം നൽകിയ ആളുകളാണ്. അവരെ ചെയ്തിരുന്ന ജോലി ഇന്നും ശക്തിവത്തായി അവർ നിർവഹിച്ചു വരികയാണ്. ഇത് ശുഹദാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണെങ്കിൽ ശുഹദാക്കളായ ആളുകൾ ആരെയാണ് പ്രിയപ്പെട്ടവർ
അവർ കാണുന്ന ആയുധം കൊണ്ട് കാണുന്ന ശത്രുവിനെയാണ് നേരിട്ടത്. ശത്രു മുൻപിൽ വാഹിറായിട്ട് പ്രത്യക്ഷത്തിലുണ്ട്, അതുപോലെ തന്നെ ആയുധങ്ങളുമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവിടുന്ന് നേരിട്ട ശത്രു ആരാണെന്നറിയോ? അവിടുന്ന് നേരിട്ട ശത്രുക്കൾ ഒന്ന് ഹവൻ നഫ്സാണ്, അതിന് നേതൃത്വം നൽകുന്ന പിശാചുമാണ്. അപ്പോൾ ആർക്കാണ് ശക്തി? അപ്പോൾ വാഹിയായിട്ടുള്ള സംഘടനകൾ, ധർമ്മസമരങ്ങളിൽ പങ്കെടുത്ത ശുഹദാക്കൾക്ക് മരണമില്ല എങ്കിൽ മശായിഖ് എങ്ങനെ മരിക്കും? മുഅ്മിനെ എങ്ങനെ അവർ മരിക്കും? താൽക്കാലികമായി നമ്മുടെ ഹദ്റത്തിൽ നിന്ന്, നമ്മുടെ കാഴ്ചയിൽ നിന്ന് അവർ നീങ്ങി എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നോക്കിയത് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടാണ്. എത്ര സംഭവങ്ങളുണ്ട്, കറാമത്തുകള്, അത്ഭുത സിദ്ധികള്. മൗലാനെ കുറിച്ച് പറയേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഒരാൾ മഹാനാണ് എന്ന് ആവാനുള്ള അടയാളമല്ല അദ്ദേഹത്തിന്റെ കറാമത്ത്. അമാനുഷികമായ കാര്യങ്ങളിൽ അവരിൽ നിന്ന് ദൃശ്യമാകുക എന്നുള്ളത് അതതിന്റെ അടയാളമല്ല. അങ്ങനത്തെ ഉണ്ടായാലേ വലിയാവും, അങ്ങനെ പശുപതിയെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അവിടുത്തെ എത്രയെത്ര സംഭവങ്ങളാണ് അവിടെ നിന്ന് ആഗ്രഹിക്കാതെ ലോകം അറിഞ്ഞത്. ഇന്ന് കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സാഹിബിയുടെ ഇവിടെ പൊരുത്തത്തോട് കൂടെ പറഞ്ഞില്ലേ, ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകുന്ന ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട സംസ്ഥകൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ ആത്മീയ വഴിയായി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അല്ലാഹുവിന്റെ ദർശനമാണല്ലോ. ആ ദർശനത്തിലേക്കുള്ള മാർഗമായിട്ട് മൗല റഹിമഹുല്ലാഹ് അവിടുത്തെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് എല്ലാം നിൽക്കും കാമിലായ വരിയായിരുന്നു. സാന്നിധ്യത്തിൽ നിയന്ത്രിക്കുന്നതിനപ്പുറം അസാന്നിധ്യത്തിൽ അവിടെ നിയന്ത്രിച്ചിരുന്നു. അല്ലേ മുഅ്മിനീങ്ങളെ, ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ എത്രയെത്ര ആളുകളെയാണ് ഹുസ്നുൽ ഖാത്തിമ അടയാളപ്പെടുത്തി പോവാൻ ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് സഹായിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ ഭാഗ്യം നൽകണേ റഹ്മാനേ. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് അവിടുത്തെ കാലിന്റെ ചോപ്പിൽ വന്നത്. പക്ഷേ അതൊരു ലോകമാണ്, പരന്ന് വ്യാപിച്ചു കിടക്കുകയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർമ്മവരികയാണ്. ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് നവ്വറല്ലാഹു മർകദ സുന്നത്ത് ജമാഅത്തിന്റെ ധീരമായ ശബ്ദമായിരുന്നു. ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവിടുത്തെ അരുമ ശിഷ്യനുമായിരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. അവിടുന്ന് വെള്ളിയാഴ്ച രാവിലെ നമ്മളെ കാണാൻ വരിക, അവരൊക്കെ തിരിഞ്ഞ ആളുകൾ, ചില ആളുകൾക്ക് തിരിയൂല. ചില ആളുകള് നമുക്ക് വലിയ ബുദ്ധിയെന്ന്, നമുക്ക് കുറച്ച് കുഞ്ഞാവ് സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോ, മൗലാന കുട്ടികളെ കാണുമ്പോ, സാലിമാരെ കാണുമ്പോ നമ്മളാണ് അവരെക്കാൾ വലിയ ആൾക്കാർ, നമുക്കാണ് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളത്. അവരെന്താ ഒരു ഹാവുലായി എന്ന പ്രിയപ്പെട്ടവരെ, ആ ചിന്ത പോലും നമ്മുടെ ഈ മാനത്താൽ ഊരിയെടുക്കാൻ കാരണമായി തീരും. പടച്ചിറപ്പ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അന്താക്കിയിൽ നിന്ന് ദജ്ജാൽ വരാൻ കാരണം അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, അല്ലാഹ് ധരിച്ചവരെ നിന്ദിച്ചു എന്നതാണ്. എല്ലാവർക്കും വെളിച്ചം തിരിച്ചറിയാൻ കഴിയൂല. നബിയെ, ഹൃദയം മരിച്ചുപോയ ആളുകളുണ്ട്, അവരെ ഹിദായത്തിലേക്ക് വഴി നടത്താൻ അങ്ങേക്കാവൂല. മൗല റഹിമഹുല്ലാഹ് തങ്ങളെ കിട്ടിയിട്ട് അവിടുത്തെ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് ഈമാനിനെ പരിപോഷിപ്പിക്കാനും കഴിയാത്ത എത്ര ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട സാലിഫ തവ്വലല്ലാഹു അംറഹു പലപ്പോഴും വേദനിക്കാറുണ്ട്. പലരുടെയും പ്രയോഗങ്ങളും പലരുടെയും പ്രവർത്തനങ്ങളും കാരണം നമുക്ക് സാലിഫയോട് പറയാം, മൗലയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അവിടത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടുത്തെ നൂറുള്ള ലുത്ഫത്താണ് ഈ കാണുന്ന സാലിഫയുടെ വിധാനമായിട്ടുള്ളത്. ചെറിയ സംഗതിയല്ലല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ തിരിച്ചു വരികയാണ്. വലിയ മഹാനായിരുന്നു, ഒരുപാട് ദിയാദകൾ കിട്ടിയ മഹാനാണ്. എത്ര അനുഭവങ്ങളാണ് പറയാനുള്ളത്.
ഇതൊക്കെ സനദ് മുത്തസിലാണ്. വെറുതെ അല്ലാത്ത കറാമത്തുകൾ പറഞ്ഞുണ്ടാക്കേണ്ട ഗതികേട് നമ്മുടെ മൂലാക്കില്ല. പറഞ്ഞാൽ കുടിച്ച് ശരിയാക്കും ചെയ്യും. അങ്ങനെ കുടിക്കൂലെന്ന് ഒരു വിശ്വാസമല്ല നമുക്ക്, ഇന്നലെ തോന്നൽ പോലും ഇല്ല. പിടിക്കേണ്ടവർക്ക് പിടിക്കും. അതാണല്ലോ ഒരു മുറപ്പിയായ ഷെയ്ഖിന്റെ ചുമതല. അത് നമ്മുടെ മൗലവി റഹിമഹുല്ലാഹ് എന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വേണേലും നമ്മളോട് ഈ വിനീതരുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനുണ്ട്. മൗലാന്റെ കയ്യെ പിടിച്ചാണ്. കയ്യെ പിടിക്കാന്നുള്ള ചെറിയ സംഭവമൊന്നുമല്ല, വലിയ സംഭവമാണ്. കാരണം 100ന്റെ പകർച്ചയാണ് അവിടെ സാധ്യമാകുന്നത്. 100 പകരുകയാണ്. പാരമ്പര്യമായി കിട്ടിയ 100 പകർന്നു കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ശർവത്താണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുണ്ട്, പക്ഷെ ഹറാമിലേക്ക് പോകണമെന്ന് മനസ്സിങ്ങനെ വന്നിരിക്കും. ഹറാമായ രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് ശരീരത്തിന്റെ ഗുഹ്യ സ്ഥാനങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കും. ഒരു ദിവസം മൗല വന്നിട്ട് ഒറ്റപ്പെടുത്താൻ പിടിച്ചു. ഇപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ വളരെ കറക്റ്റായിട്ട് ഞാൻ അതാ പറഞ്ഞ സനദ് മുത്തസിലാണ്. നാളെ ഈ കാലാമത്തെ തിരുത്തി പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു കൊടുത്ത ഫൈദ നമുക്ക് നൽകുമാറാവട്ടെ. പിന്നെ ആ സൂക്കട് ഉണ്ടായിട്ടില്ല. ഇതാണല്ലോ മുറപ്പി. ഇപ്പൊ നമ്മള് പരസ്പരം മുമ്പിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും എന്ന് പറയുന്ന ആളല്ലല്ലോ. അതല്ലല്ലോ ഒരു മുറപ്പി ആശയത്തിന്റെ ഉത്തരവാദിത്വം. ഒരു സിന അള്ളാഹു ഒരു മനുഷ്യന്റെ തന്റെ മുരീദിന്റെ ജീവിതത്തിൽ അള്ളാഹു കഥാക്കിയിട്ടുണ്ടെങ്കിൽ ആ കഥാന്ന് വരെ സ്വപ്നത്തിലൂടെ ആ കാര്യം സൗകര്യം ചെയ്തുകൊണ്ട് ഒഴിവാക്കും മശായിഖ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്. പിന്നെ ആ സുഖം ഉണ്ടായിട്ടില്ല. ഞാൻ അതാ പറഞ്ഞു, പിടിക്കേണ്ടോടത്ത് പിടിക്കും. കഴിയൂല മനുഷ്യൻ, പിന്നെ കഴിയൂല. മനസ്സിലാഗ്രഹം ഉണ്ടാകുന്ന ശരീരം പ്രതികരിക്കൂല. ഭാര്യയാണെങ്കിലോ വളരെ കറക്റ്റാണ് പ്രശ്നം. വളരെ അടുത്താണ്. എത്ര സംഭവങ്ങളാണ്. അപ്പൊ കല്ലൂർ ഉസ്താദ് 2 സംഭവങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ, കൈഫ തുഹീൽ മൗതാ, എങ്ങനെയാണ് തമ്പുരാനെ മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത്? അപ്പോൾ അല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലയോ ഇബ്രാഹിമേ അലൈഹിസ്സലാം? അടച്ചവനെ, ഇതെന്ത് ചോദ്യമാണ്? നമ്മൾ പിടിച്ച കൊമ്പ് പുളിങ്കൊമ്പ് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും നമുക്ക് സ്ഥിരപ്പെടാൻ വേണ്ടി ഖൽബിലേക്ക് നോക്കിയിട്ട് മാത്രമാണ് മൗല സംസാരിച്ചത്. റളിയല്ലാഹു അൻഹു. ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ വന്നു, ഹദറത്തിൽ വന്നു. അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പല കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ അന്നത്തെ ചർച്ച ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ഷഹീദമില്ലത്ത് അവരെ കുറിച്ച്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ ചർച്ചകളിൽ പുത്തനങ്ങാടി മക്കാമിൽ അവിടുത്തെ ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്ന മക്കാം, അവിടെ കിടക്കുന്ന ഒരു മഹാനുണ്ട്, കാലില്ലാത്തുപ്പാപ്പ എന്ന് വിളിക്കുന്ന മഹാൻ. ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവരോട് വലിയ ബന്ധവും ഉള്ള ആളാണ്, കുടുംബപരമായിട്ട്. അങ്ങനെ മൗലങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ടിപ്പു സുൽത്താന് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കാവി ഭവനുണ്ടായി. ആ കാവി ഭവനിൽ 40ഓളം കാവിമാരുണ്ട്. ആ കാവിമാരുടെ ഏറ്റവും വലിയ കാവിയാണ് മൊലിയപ്പ. അദ്ദേഹം കേരളക്കാരനായതുകൊണ്ട് അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചു, എനിക്ക് കുറച്ച് ചെറിയരി കഞ്ഞി വേണം, രാവിലെ കുറച്ച് കഞ്ഞി. അപ്പൊ പറഞ്ഞു, കാവി ഈ കൊട്ടാരത്തിലുള്ള സംവിധാനമല്ലേ, അതിനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാവുള്ളൂ, എന്നാ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് മൊലിയപ്പാപ്പയുടെ പോരാണ്. അങ്ങനെ അവരെ പിടികൂടി. സുൽത്താന്റെ സമ്മതമല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ? അപ്പോൾ പറഞ്ഞു, അവരവരുടെ ശരീരത്തിന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രിയപ്പെട്ടവരെ അവരുടെ കയ്യും കാലും പ്രശ്നമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ കാല് കുറിക്കാൻ, പക്ഷേ പോകുന്നതിന്റെ മുമ്പ് എനിക്ക് കുറച്ച് ചെറിയരുടെ കഞ്ഞിയും വേണം, എന്നെ എന്റെ നാട്ടിലേക്ക് എത്തിച്ചു തരുകയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സത്യത്തിൽ ടിപ്പു സുൽത്താന്റെ പതനത്തിന് വരെ തുടക്കം ആ സംഭവമാണ് എന്ന് തന്റെ ഉമ്മ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹു ചെയ്തത് ശരിയായില്ലെന്ന് വരെ പറഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ മൂലന്റെ സംസാരത്തിലുണ്ടായി. അങ്ങനെ ആ സംഭവം അങ്ങനെ പറയുമ്പോൾ ടിപ്പു സുൽത്താനെ അവൻ എന്നുള്ള പ്രയോഗമാണ് മൂല റഹിമഹുല്ലാഹ് നിർവഹിക്കുന്നത്. അപ്പൊ കല്ലൂർ ഉസ്താദിന്റെ നേരെ പിറകിൽ എന്റെ നാട്ടുകാരനായ
അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇരിക്കുന്നുണ്ട്. വേറൊന്നും ഞാൻ പറയണില്ല, അറിയുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ഇദ്ദേഹം മനസ്സിലിങ്ങനെ കരുതി, സുബ്ഹാനല്ലാഹ്, എന്താ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ടിപ്പു സുൽത്താൻ വലിയ മഹാനാണെന്നല്ലേ, എന്നിട്ടെന്താ മൗല അവൻ വിളിക്കണത്? ഉസ്താദിനോടുള്ള സംസാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് പറഞ്ഞു, മോനെ, ടിപ്പു സുൽത്താൻ മഹാനല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മോലേപ്പാപ്പന്റെ കുടുംബക്കാരനാണ്. അദ്ദേഹത്തോട് ഈ ചെയ്ത പ്രവൃത്തിയുള്ള പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തോട് ഈ ചെയ്ത പ്രവൃത്തിയുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തിലേക്ക് നോക്കി സംസാരിക്കുകയാണ്. എന്തൊരു സ്നേഹമായിരുന്നു അവിടുന്ന്. പാരമ്പര്യത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സയ്യിദ് മഖ്ദൂം റഹിമഹുല്ലാഹ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ വരികളല്ലേ ഇത്? അവിടുന്ന് ഞങ്ങളെ ഉമ്മയാണോ അതോ ഉപ്പയാണോ? അല്ല, അവരിലൊന്നും അങ്ങനെയുള്ള സുഹൃതവും നന്മയും റഹ്മത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല നബിയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മൗലയെ പഠിക്കാം. എന്തൊരു സ്നേഹമായിരുന്നു! അവിടെ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്, അതൊരു സ്നേഹമുള്ള ഉമ്മയുടെ സ്വഭാവമാണ്, സ്നേഹമുള്ള ഉപ്പയുടെ സ്വഭാവമാണ്. സാലിപ്പ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്, അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതിനുശേഷം അനിർവചനീയമായ നിർവചനം നിർണ്ണയിക്കാൻ കഴിയാത്ത സ്നേഹം നമുക്ക് തരാറില്ലേ? എത്ര അനുഭവങ്ങളാണ്! വലിയ സ്നേഹമായിരുന്നു. നമ്മൾ എത്ര പ്രയാസം കൊണ്ട് വന്നാലും ആ പ്രയാസങ്ങളെ അവൻ ഏറ്റെടുക്കുകയാണ്. ദുനിയാവിന്റെ മശക്കത്തുമായി വന്നാൽ ദുനിയാവ് അത് വല്ലാതെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ല എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അത് തന്റെ വിഷമമായി മൗല കാണുകയാണ്, നമ്മുടെ മനസ്സിന് സമാധാനം തരുകയാണ്. ഇതുപോലെ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ ഉമ്മത്തികളിൽപ്പെട്ട മുഹിബ്ബി ആശിഖീകളിൽപ്പെട്ട ആർക്കെങ്കിലും വല്ല വിഷമം ഉണ്ടാകുന്നത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ മൗല. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്റെ ജീവിതത്തിലെ ഞാൻ എന്റെ മാർഗം പറയാനോ എന്റെ വിഷയങ്ങൾ പറയാനോ ഇവിടെ വന്നതല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മൗലൈ ഹദറത്തിലുണ്ട്, നമ്മുടെ മൗലൈ ഹദറത്തിലുണ്ട്, അവിടുത്തെ മശായിഖ് ഹദറത്തിലുണ്ട്. കാരണം അവിടെ നിന്ന് കുത്തിയടിച്ച തഖ്വയുടെ മേൽ സ്ഥാപിച്ച മജ്‌ലിസാണിത്. പിന്നെ അവിടെ നിന്ന് ഇതിനെ ശ്രദ്ധിക്കാതിരിക്കുമോ? ഇവിടെ വരുന്നവർക്ക് മഹബത്ത് നൽകാതിരിക്കുമോ? അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി 2.5 വർഷം മുമ്പ് അല്ലാഹുവിന്റെ വിധി, അഥവാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ 25 വയസ്സുള്ള സജന എന്ന് പറയുന്ന എന്റെ ഭാര്യ മൗലന്റെ കുട്ടിയാണ്. അവിടത്തേക്കുള്ള കണക്ഷൻ കിട്ടിയ ആളാണ്. അല്ലാഹു അവരുൾപ്പെടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഇട്ടും പൊട്ടും തിരിയാത്ത 4 മക്കളെയും എടുത്ത് മൗലാന്റെ ഹദ്റത്തിൽ വന്നു പോയതാണ്. അതേ മരിക്കുന്ന സമയത്ത് 4 കുട്ടികൾ ഇവിടെ ബഹുമാനപ്പെട്ട സാലിഹ് മൗല റഹിമഹുല്ലാഹ് നമ്മുടെ സാലിപ്പാക്ക് പേരിട്ടതുപോലെ മൗലാന തവസ്സുലാക്കി മൂത്ത കുട്ടിക്ക് മുഹമ്മദ് സാലിഹ് എന്ന പേര് കൊടുത്തു, 3ാമത്തെ കുട്ടിക്ക് മുഹമ്മദ് ജലാൽ എന്ന പേര് കൊടുത്തു. അതൊക്കെ മൗലയെ ഉണർത്തിക്കൊണ്ട് ചെയ്തപ്പോൾ അതങ്ങനെ തന്നെ അല്ലാഹു വരികയാണ്. അങ്ങനെ അതാ മഞ്ഞപ്പിത്തത്തിന്റെ രൂപത്തിൽ മരണത്തിന്റെ സബബ് കടന്നു വരുന്നു. മണ്ണാർക്കാട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നു, കരളിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നു. MES ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഡയാലിസിന് വേണ്ടി കൊണ്ടുപോകുകയാണ്. മനസ്സിനൊരു സമാധാനമില്ല. കാരണം ഈ ചെറിയ മക്കളെ ഉമ്മയില്ലാത്ത വാപ്പല്ലെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് ഉമ്മ വളരെ പ്രധാനമാണ്. അവരുടെ ഉമ്മയെ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് അവിടുത്തെ തവസ്സുലാക്കിയിട്ട് അവരും അവിടെ കൂടിയിരുന്ന മൗലയുടെ ഒരുപാട് ആളുകളുണ്ട് ഫാത്തിഹ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ,
ലികുല്ലി ഉമ്മത്തിൻ അജലും ഫൈദാ ജാ അജലും ലാ യസ്തഗ്ഫിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരിക്കൂലാന്ന് മൗലാന്റെ അടുക്കൽ വന്ന ഒരാളോട് മൗല റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ ഈമാൻ പഠിപ്പിക്കാൻ വരുന്ന പിശാചിനെ ആട്ടി ഓടിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ എന്റെ സദസ്സിൽ വരുന്നവർ ആട്ടി ഓടിക്കുന്നത് പോലെ തന്നെ പിശാചിനെ മരണസമയത്ത് ആട്ടി ഓടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് നമ്മുടെ മൗല നമ്മളോട് പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അങ്ങനെ ആ സമയത്ത് ഡയാലിസിന് വേണ്ടി ഐസിയുയിൽ നിന്ന് കൊണ്ടുപോവാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ദഖലൊന്നുമില്ല. അപ്പൊ മനസ്സിൽ തോന്നി ഇവിടുത്തെ ഹദ്റത്തിൽ ഒന്ന് വരാം, ഒരു തീരുമാനം കിട്ടാതിരിക്കൂല. അങ്ങനെ ഹദ്റത്തിൽ വന്നു. അവിടുത്തെ കാലിന്റെ ചുവട്ടിലിരുന്ന് കുറെ പൊട്ടിക്കരഞ്ഞു, കുറെ കരഞ്ഞു. അപ്പൊ മനസ്സിന് സമാധാനം. കൂടെ വേറെ 2-3 ആളുകൾ കൂടെ ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ മൗല മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം, ഇനി സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം. അവളെ നല്ല നിലക്ക് പറഞ്ഞേക്കണം. ആ നല്ല നിലക്ക് പറഞ്ഞേക്കണമെങ്കിൽ ഹിമ്മത്ത് കൈവരിക്കണം. പതറിപ്പോയാൽ നല്ലൊരു യാത്രയപ്പ് നൽകാൻ കഴിയൂല. മൗല മനസ്സിൽ തോന്നിപ്പിച്ചു. ഈ നേരത്തെ പറഞ്ഞ കല്ലൂർ ഉസ്താദിന്റെ ശിഷ്യനെ കടുക്കലുണ്ട്, വേറെ കുറെ സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കടലാസിൽ എനിക്ക് എഴുതി കൊടുക്കാൻ തോന്നി. എന്റെ പ്രിയപ്പെട്ടവരുടെ നമസ്കാര കുപ്പായം വീട്ടിലുണ്ട്. ആ നമസ്കാര കുപ്പായം തിരുമ്പി അലക്കിയിടാൻ പറയണം. വീട്ടിന്റെ മുമ്പത്ത് കുറച്ച് കല്ല് കുത്തി വെച്ചിട്ടുണ്ട്. ആ കല്ല് അവിടെ നിന്ന് മാറ്റി വെക്കണം. കാരണം എന്റെ പ്രിയപ്പെട്ടവരുടെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട മൗല റഹിമഹുല്ലാഹ് മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് വാഹിനിയായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ നമ്മളെ നോക്കിയത് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടാണ്, അല്ലാതെ ഈ കണ്ണുകൊണ്ടല്ല. എത്ര വലിയ തെറ്റുമായി അവിടെ വരുന്ന ആളുകൾക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പറ്റിപ്പോയി എന്നുള്ള ഒരു അപരാധത്തിന്റെ സമ്മതം മാത്രം മതി മൗല റഹിമഹുല്ലാഹ് തങ്ങൾക്ക്. പറ്റിപ്പോയിട്ടുണ്ട്, എനിക്ക് നന്നാവണം. എന്നാൽ ഞാൻ പറയാൻ കാരണം എന്താണ്? കുപ്പായത്തിലേക്ക് നോക്കിയില്ല, ജുബയിലേക്ക് നോക്കിയില്ല, തലപ്പാവിലേക്ക് നോക്കിയില്ല. എത്ര ആളുകളെയാണ് അവിടെ ഓടിച്ചു വിട്ടത്. അതിനേക്കാൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ആളുകൾ അത് ചെയ്യാൻ പാടുണ്ടായിരുന്നു. പക്ഷെ ഹൃദയത്തിലേക്ക് നമ്മുടെ മൂലം നോക്കി, ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം അല്ലാഹു നമുക്ക് തന്ന ഭാഗ്യമാണ്. ഇത് കെടാതിരിക്കാൻ നമുക്ക് മൗലയെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ മൗലയെ കാണാൻ ആഗ്രഹിക്കുമ്പോ മൗല നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അതോടൊപ്പം തന്നെ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവിടുത്തെ എല്ലാ നിലക്കും സാദൃശ്യതയുള്ള ഫാത്തിമ ബിബിയെ നോക്കിക്കണ്ടതുപോലെ കാണാൻ നമ്മുടെ സാലിഹ് നമ്മുടെ കൂടെ ഉണ്ട്. മൗലാന്റെ മധ്യമക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമ്മൾ ഇഷ്ടപ്പെടണം, അവർ നമ്മൾ സ്നേഹിക്കണം. അൽ ഹബീബ് ഇലൽ ഹബീബ്. നമ്മുടെ മൗലാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിലും മൗല നമ്മളെ രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. അത് സ്നേഹമാണ്, അത് കലർപ്പില്ലാത്ത സ്നേഹം. കലർപ്പില്ലാത്ത സ്നേഹം, കളങ്കല്ലാത്ത സ്നേഹം, പുറത്തൊന്ന് വെച്ചിട്ട് ഉള്ളിലൊന്ന് കാണിക്കൽ, അങ്ങനത്തെ സ്നേഹമായിരുന്നില്ല. എന്താണ് പറയാൻ കാരണം? മഹാനായ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ്. അദ്ദേഹം വളരെ മിസ്കീനായ സഹാബിയാണ്. അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട്. മദീന ചന്തയിലൂടെ അദ്ദേഹം നടന്നു പോകും. ആ ചന്തയിൽ രസമുള്ള എന്തെങ്കിലും കണ്ടാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് വിലക്ക് മേടിക്കും. അത് വില പറഞ്ഞു മേടിക്കും. വില കൊടുക്കാണ്ടാവില്ല, കടം പറഞ്ഞിട്ട് മേടിക്കും. കാശ് തരാമെന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായി കൊണ്ട് കൊടുക്കും. റസൂലുള്ളാഹി സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാൽ ചന്തയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ആൾ വരികയാണ്. നുഅ്മാൻ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു വരികയാണ്. എന്താണ് കാര്യമെന്നറിയോ? 3 ദിവസം മുമ്പ് മേടിച്ച വസ്തുവിന്റെ വില കൊടുത്തിട്ടില്ല. ആ വില മേടിക്കാൻ വേണ്ടി വന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങളിങ്ങനെ നോക്കിയിട്ട് പറയും, നബിയെ ആ സാധനത്തിന്റെ പൈസ അങ്ങോട്ട് കൊടുത്താളി, ആ സാധനത്തിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കൂ നബിയെ. അപ്പൊ പറയും, നുഅ്മാനെ അത് നിങ്ങൾ എനിക്ക് ഹദിയായിട്ട് തന്നതല്ല, ഇനിയിപ്പോ ഞാൻ അതിന്റെ പൈസ കൊടുക്കണം നബിയെ. ഞാനത് കണ്ടപ്പോൾ അങ്ങേക്കത് കിട്ടണമെന്ന് എന്റെ മനസ്സ് കൊതിച്ചു പോയി. പക്ഷെ മേടിച്ചു തരാൻ പൈസ എന്റെ കയ്യിലില്ല, ഞാൻ കടം മേടിച്ചതാണ്. അത് അങ്ങേക്ക് കിട്ടണം, മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച് ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത സഹാബിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കും. റസൂൽ തന്നെ മേടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണല്ലോ സഹാബത്ത്. സുബ്ഹാനല്ലാഹ്. അതേ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മദ്യപാനുമായി ബന്ധപ്പെട്ടൊരു സംസാരം ഉണ്ടായി. ഉമർ ചില സമയങ്ങളിലൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നൊരു സംസാരം. ഇങ്ങനെയാണല്ലോ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പരത്താൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. മാത്രമല്ല ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൽക്കാരം വിഭവമായിട്ടുള്ളത് മദ്യവുമാണല്ലോ. അപ്പൊ ഈ വിവരം റസൂലുള്ളാഹിന്റെ ഹദറത്തിലെത്തുകയാണ്, ചെവിയിലെത്തുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ നുഅ്മാനെ കുറ്റം പറയല്ല. നുഅ്മാന്റെ അടുക്കൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ കുറ്റം പറയണ്ട. കാരണം എന്തെന്നല്ലേ, ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. നുഅ്മാൻ അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൗലയും അങ്ങനെ തന്നെയാണ്. മഹാപാപികളെ മൗലാന ഹദറത്തിൽ വരാറുണ്ട്. ചിലപ്പോ ആ വടി കൊണ്ട് ഒന്ന് തിരിച്ചുവിടും, ഈ വരാൻ വേണ്ടി അറിയാൻ വേണ്ടി, ഇനിയും വരാൻ വേണ്ടി ആത്മാർത്ഥമായി